ഹായ് കൂട്ടുകാരെ, ഗണിത മധുരം ചാനലിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ടീച്ചർ നല്ലൊരു നിർമ്മാണ പ്രവർത്തനമായിട്ടാണ് വന്നിരിക്കുന്നത്. ക്യൂബ് നിർമ്മാണമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ചെയ്യുന്നത്. അടിപൊളി പ്രവർത്തനമാണ്. നമുക്ക് രസകരമായി നമ്മുടെ ഒഴിവ് സമയങ്ങൾ ഉപയോഗിക്കാം. പിന്നെ തന്നെയല്ല, 6ാം ക്ലാസ്സിലെ വോളിയം വ്യാപ്തം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട നിർമ്മാണമാണ്. നിങ്ങൾ രക്ഷിതാക്കളെയൊക്കെ കൂട്ടി നിങ്ങൾ ഈ ക്യൂബിൻ്റെ നിർമ്മാണം ചെയ്യേണ്ടതാണ്. അപ്പോൾ എങ്ങനെയാണ് ക്യൂബ് നിർമ്മിക്കുന്നത് നിങ്ങൾക്ക് അറിയണം അല്ലേ? ഈ ക്യൂബ് നിർമ്മാണത്തിന് സമചതുരാകൃതിയായ ഒരേ വലിപ്പത്തിലുള്ള 6 പീസ് പേപ്പറാണ് വേണ്ടത്. A4 പേപ്പറിൽ നിന്ന് നിങ്ങൾ മുറിച്ചെടുത്താലും മതി. പിന്നെ കുറേ കുട്ടികൾ പറഞ്ഞു, ടീച്ചറെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ അമർത്തിയിട്ട് ഓൾ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്യൂബ് നിർമ്മാണത്തിലേക്ക് കിടക്കാം. A4 പേപ്പറാണ് ടീച്ചർ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പത്രത്തിൻ്റെയൊക്കെ കൂടെ വരുന്ന നോട്ടീസ് എടുക്കാം, അതൊന്നും പ്രശ്നമില്ല. ഒരു കട്ടിയുള്ള പേപ്പർ വേണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഏത് പേപ്പർ എടുത്താലും ആദ്യം നമുക്കതിനെ സമചതുരാക്കണം. നിങ്ങൾക്ക് അറിയേണ്ടതാണ് സമചതുരാക്കാൻ. ഞാൻ ഇരിക്കുന്നതിൻ്റെ വലതുവശത്തെ മൂലയിൽ നിന്ന് ഈ കോർണർ, ഈ മൂല ഈ വശത്തിലേക്ക് മടക്കുകയാണ്. അങ്ങനെ മടക്കി കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗം മുറിച്ച് കളയുമ്പോൾ നമുക്ക് നല്ല ഒരു സമചതുരാകൃതിയായ പേപ്പറാണ് കിട്ടുക. എഡ്ജൊക്കെ ശരിയായിരിക്കണം കേട്ടോ, മൂല ശരിയായിരിക്കണം. എന്നിട്ട് ഇവിടെ അധികം പ്രസ് ചെയ്യണ്ട. ഇത് ഇങ്ങനെ ഇവിടെ പിടിക്കുക. വെച്ചതിന് ശേഷം ഈ ഭാഗം ബാക്കി ഭാഗമാണ്. അപ്പോൾ ഇതിങ്ങോട്ട് മടക്കുക. തിരിച്ച് ബാക്കിലോട്ട് മടക്കാം, ഫ്രണ്ടിലോട്ട് മടക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ടീച്ചർ ഇപ്പം ഫ്രണ്ടിലോട്ട് തന്നെയാണ് മടക്കിയത്. ഇങ്ങോട്ട് നോക്കൂ, ഈ ഭാഗം കണ്ടോ? ഇതങ്ങോട്ട് മുറിച്ച് കളയാണ് വേണ്ടത്. ഇനി നിങ്ങൾക്ക് തിരിച്ച് ഈ പേപ്പർ ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് മടക്കണമെങ്കിൽ അങ്ങനെയും മടക്കാം. ഈ രീതിയിൽ മടക്കാം. നമ്മൾ അടയാളം ഇട്ട് വെച്ചിട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇങ്ങനെ ടീച്ചർ ഇങ്ങോട്ട് മടക്കി ഇത് നല്ലോണം ഇതാക്കുക. എന്നിട്ട് കൈയുടെ നഖമുള്ളവർ എന്ത് ചെയ്യാമെന്നറിയാവോ? നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്കിത് കൈ കൊണ്ട് തന്നെ മുറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഈ ഭാഗം നിങ്ങൾ കളയേണ്ട ആവശ്യമില്ല. ഇതുകൊണ്ട് നമുക്ക് വേറെ ഒരെണ്ണം ഉണ്ടാക്കുകയും ചെയ്യാം. ഇപ്പം ടീച്ചർക്ക് ഒരു സമചതുരാകൃതിയായ പേപ്പർ കിട്ടി. ഇനി നമുക്ക് ഇതേപോലത്തെ 6 ഷീറ്റ് ഇതുപോലെ മുറിച്ചെടുക്കണം. ടീച്ചർ ഇവിടെ എടുത്തു, 3 റോസ് കളർ എടുത്തു, 3 നീലയും എടുത്തു. ഇനി ചെയ്യേണ്ടത് ഒരെണ്ണം ഉണ്ടാക്കാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കൂ, ആദ്യം ചെയ്യേണ്ടത്, ഇത് കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ശരിക്കും നമുക്ക് അവസാനം യോജിപ്പിക്കാൻ കഴിയില്ല. ആദ്യം ചെയ്യേണ്ടത് ഇത് നേർപകുതി അങ്ങോട്ട് മടക്കുക. മടക്കിയതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക. ഒറിഗാമിക്കൊക്കെ നമ്മൾ ചെയ്യുന്നില്ലേ, അതേപോലെ പ്രസ് ചെയ്യുക. ഇനി ഇതങ്ങോട്ട് ഓപ്പൺ ചെയ്യുക, തുറക്കുക. ഈ വശത്ത് നിന്ന് നടുക്കോട്ട് മടക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മടക്കുക. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പേപ്പർ ശരിക്കും 4 തുല്യ ഭാഗങ്ങളാണ് ആവുന്നത്. നിങ്ങൾക്ക് നോക്കി അറിയാം. ഇവിടെ 1, 2, 3, 4 തുല്യ ഭാഗങ്ങൾ. ഇങ്ങനെ മടക്കിയത് ശേഷം അടുത്ത ചെയ്യേണ്ടത് വലതുവശത്തെ കോർണർ മൂലയിൽ നിന്ന് ഇടതുവശത്തിലേക്ക് മടക്കുക. നോക്കൂ, നേരത്തെ നമ്മൾ സമചതുരാകൃതിയിൽ പേപ്പർ മുറിക്കാൻ വേണ്ടി മടക്കിയില്ലേ, അതേപോലെ മടക്കുക. അപ്പം ഇവിടെ മൂല ശരിയാവണം, കോർണറൊക്കെ ശരിയാവണം. നോക്കൂ, ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഈ പേപ്പർ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഈ മൂലയിൽ നിന്ന് ഇടതുവശത്തെ താഴത്തെ മൂലയിൽ നിന്ന് വലതുവശത്തേക്ക് മടക്കുക. നോക്കൂ, ഈ മൂല ഇങ്ങനെ എടുത്തു, ഇതിൻ്റെ ഒപ്പം വരും. നോക്കൂ, ഇങ്ങനെ വന്നിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കിവിടെ ഒരു സാമാന്തരികമാണ് കിട്ടുന്നത്. മനസ്സിലായില്ലേ? ഇനി ചെയ്യേണ്ടത് ഇത് രണ്ടും ഓപ്പൺ ചെയ്യുക. ഇതും തുറന്നു, ഇതും തുറന്നു. അപ്പം നോക്കുമ്പോണ്ട് ഇവിടെ ഒരു ഭാഗം ഇങ്ങനെ ഇങ്ങോട്ട് മറിഞ്ഞ് കിടപ്പുണ്ട്. അപ്പം ഈ മറിഞ്ഞ് കിടക്കുന്നതിനെ നമുക്ക് ഉള്ളിലോട്ട് മടക്കണം. നോക്കൂ, ഇതെടുത്ത് ടീച്ചർ ഉള്ളിലോട്ടങ്ങ് മടക്കുകയാണേ. കണ്ടോ, ഉള്ളിലോട്ട് മടക്കി. തീർന്നില്ല. ഇനി ഈ മൂലയില്ലേ, ഈ മൂല
ഇതങ്ങോട്ട് തുറക്കുക. തുറന്നിട്ട് ഈ മൂല അതിൻ്റെ ഉള്ളിലേക്കാക്കുക. എന്നിട്ട് ഇതങ്ങോട്ട് അടയ്ക്കുക. ഇപ്പോൾ ഒരു വശം റെഡിയായി. ഇതേപോലെ താഴെ വശവും ചെയ്യുക. അതായത് ഈ അങ്ങോട്ട് പുറത്തോട്ട് മറഞ്ഞിരിക്കുന്ന ഭാഗം ഉള്ളിലോട്ട് മടക്കുക. ഇത് വേണമെങ്കിൽ നമ്മുടെ സൗകര്യത്തിന് മുകളിലോട്ട് വെച്ചാൽ മതി. നോക്കൂ. അപ്പോൾ ഈ മൂല എന്നിട്ട് എന്ത് ചെയ്യണം? ഇനി ഇതങ്ങോട്ട് തുറക്കുക. തുറന്നതിന് ശേഷം ഇത് ഉള്ളിലോട്ട് മടക്കുക. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അടിപൊളി സാമാന്ത്രികം കിട്ടി. ഇവിടെ നോക്കിയാൽ അറിയാം ഒരു കെട്ട് പോലെ വന്നു. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഈ മൂല മുകളിലോട്ട് നീണ്ടിരിപ്പുണ്ട്, ഇത് ഇങ്ങോട്ടും നീണ്ടിരിപ്പുണ്ട്. തിരിക്കുക. തിരിച്ചതിന് ശേഷം, അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചിട്ടും കുഴപ്പമില്ല, ഇത് നേരെ താഴോട്ട് മടക്കുക. നോക്കൂ, ഈ പൊന്തിയിരിക്കുന്ന ഭാഗം നേരെ താഴോട്ട് മടക്കുക. അങ്ങനെ വരുമ്പം ഇവിടെ ഒരു സമചതുരത്തിൻ്റെ വശമാണ് വരേണ്ടത്. നിങ്ങൾ നോക്കിയാൽ അറിയാം, കറക്റ്റ് സമചതുരത്തിൻ്റെ വശം. ഇനി ഇവിടെ നോക്കൂ, ഇത് ഈ വശത്തോട് ചേർന്നിരിക്കണം. കണ്ടോ? ഇങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സമചതുരത്തിൻ്റെ വശം ഈ വശത്തോട് ചേർന്ന് വരണം. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക. ഇതേപോലെ ഈ താഴേക്ക് നീണ്ട വശമല്ലേ, ഇതിങ്ങനെ മുകളിലോട്ടും മടക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സമചതുരം കിട്ടി. തിരിച്ചൊന്ന് നോക്കുക. കണ്ടോ? ഇവിടെ ഈ അഡ്ജ് ശരിയാവണം. കറക്റ്റ് വരത്തക്ക വിധം മടക്കി നോക്കൂ. അപ്പം നമുക്ക് അടിപൊളി ഒരു സമചതുരം കിട്ടി. ഇതിൻ്റെ ഇവിടെ നമുക്ക് ചെറിയൊരു പോക്കറ്റ് പോലെയൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് കേട്ടോ. ഇവിടെ 2 വാൽ ഭാഗം പോലെ കാണുന്നുണ്ട്. ഈ പോക്കറ്റിനുള്ളിലേക്ക് ഇതൊക്കെ ഇറക്കി വെക്കണം. ഇതേപോലെ ബാക്കിയുള്ള 5 പീസും കൂടെ ചെയ്യുക. ഇപ്പം നമ്മൾ 6 പീസാണ് ഇവിടെ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ 6 പീസിന് യോജിപ്പിക്കണം. ഇത് നല്ല രസകരമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാം, രക്ഷിതാക്കൾ കുട്ടികളും കൂടെ ചെയ്യാം, ക്ലാസ്സിൽ നിന്ന് ചെയ്യാം, ഒക്കെ ചെയ്യാം. അപ്പോൾ ആദ്യം ഒരു പീസ് ഉണ്ടാക്കുന്നത് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി വീട്ടിലേക്ക് കൊടുത്തു വിടാവുന്നതാണ്. സംശയം ഉണ്ടെങ്കിൽ വീഡിയോ നോക്കി കൃത്യമായിട്ട് ചെയ്താൽ മതി. ഇനി ചെയ്യേണ്ടത്, ഇത് ഒരെണ്ണം ഇങ്ങനെ എടുത്തു, ഇതും എടുത്തു. ഇതിൻ്റെ ഈ വാല് ഈ പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുക. അങ്ങനെ കയറ്റി വെക്കുമ്പോൾ ഇവിടെ സമചതുരത്തിൻ്റെ വശം കിട്ടും. അപ്പം നമ്മൾ ഈ 2 വശം വെച്ചു. അടുത്തത് ഇവിടെ നീലങ്ങ എടുക്കുകയാണ്. ഈ നീല എടുത്തിട്ട് ഈ പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറ്റി, എന്നിട്ട് ഇതിങ്ങനെ വെച്ചു. വെച്ചിട്ട് ഇതിങ്ങോട്ടും കയറ്റാം. നോക്കൂ, ഇത്രയും ഭാഗമായി. ഇനി നമുക്കിവിടെ ഒരു റോസ് കളർ വെക്കാം. ഇതിങ്ങനെ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ വാലെടുത്ത് ഇങ്ങോട്ട് കയറ്റാം. കണ്ടോ? ഇതെടുത്ത് ഇങ്ങോട്ടേക്കും വെക്കുക. അപ്പം നമ്മൾ ഇത്രയും ഭാഗം ചെയ്തു. ഇനി ഇവിടെ ഈ ഒരു നീലയുണ്ട്, ഇതെടുക്കുക. ഇതെടുത്തിട്ട് ഇത് എപ്പോഴും തുറന്നത് പുറത്തേക്ക് വെക്കണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിങ്ങനെ ഇവിടെ വെച്ചു. ഇങ്ങനെ ഇവിടെ വെച്ച് കഴിയുമ്പോൾ ഇവിടെ ഈ 2 വശത്തും വാലുണ്ട്. ഇതിങ്ങോട്ട് ഇപ്പം ഇവിടെ തുറന്ന് നോക്കുമ്പോൾ ഉള്ളിലൊരു വാലും ഉണ്ടാവരുത് കേട്ടോ. എന്നിട്ട് ഇതിങ്ങോട്ട് കയറ്റുക. ഇവിടെ നോക്കൂ, ഇതിൻ്റെ ഈ വാലെടുത്തിട്ട് ഇങ്ങോട്ടും കയറ്റുക. ഇപ്പം നോക്കുമ്പോൾ ഇവിടെ ഒന്നുണ്ട്, ഇതെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റാം. ഇത് ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു മത്സരമായിട്ട് നടത്താം. ടീച്ചർ അവിടെയൊക്കെ ക്യാമ്പിനൊക്കെ പോകുമ്പോൾ നല്ല രസമായിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണിത്. അത് പക്ഷേ മ്യൂസിക്കൊക്കെ വെച്ച് അടിപൊളിയായിട്ടാണ് കേട്ടോ നടത്തുന്നത്.
ഇനി നോക്കുക, ഇത് ശരിയാണോ എന്ന് കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ടീച്ചറെ ഇത് ശരിയാണോ എന്ന്. ഇതിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒറ്റ വാല് പോലും ഇല്ല. ഈ വാലൊന്നും ഇതിൻ്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ ശരിയാണ്. അതല്ലെങ്കിൽ ചിലരുടെയൊക്കെ വാല് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും, മനസ്സിലായില്ലേ? ഇങ്ങനെ വാലിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ തെറ്റാണ്. അപ്പോൾ ഇത് വളരെ കറക്റ്റായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ ഈ ഒരു പീസും കൂടി ഉള്ളൂ. ഈ പീസ് വെക്കാൻ നേരത്ത് ഇത് പുറത്തേക്ക് വെക്കുക, ഇതും പുറത്തേക്ക് വെക്കുക, എന്നിട്ട് ഇത് ഇവിടെ ഇങ്ങനെ വെക്കുക. വെച്ചതിന് ശേഷം അതാണ് ആ കെട്ട് വരുന്നത്. ഓരോ പീസ് ഉണ്ടാക്കുമ്പോൾ കെട്ട് വരുന്നത് അതിനാണ്. ഇതിങ്ങോട്ടും ചേർത്ത് അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇനി വീണ്ടും 2 പീസ് ഇങ്ങനെ പുറത്ത് നിൽക്കുന്നുണ്ട്. ഇത് ഇതിൻ്റെ ഉള്ളിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇവിടെ ഉണ്ടാവണം, ഇതും ഉള്ളിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പം നോക്കൂ കൂട്ടുകാരെ, നമുക്ക് അടിപൊളി ക്യൂബ് കിട്ടി. ക്യൂബിന് നമുക്കറിയാം എത്ര മുഖമുണ്ട്. 1 2 3 4 സൈഡിലുള്ള മുഖവും ഒന്ന് മുകളിൽ ഒന്ന് താഴെ 6 എണ്ണം ഉണ്ട്. പിന്നെ മൂലകളൊക്കെ എണ്ണി നോക്കാം. ഇത് നമുക്കറിയാം 1 സെൻറ്റിമീറ്റർ നീളമാണെങ്കിൽ 1 സെൻറ്റിമീറ്റർ വീതി, 1 സെൻറ്റിമീറ്റർ ഉയരം അല്ലേ? നീളവും വീതിയും ഉയരവും തുല്യമായ സമചതുരക്കട്ടകളാണ് ഒരു ക്യൂബ് എന്ന് പറയുന്നത്. ഇത് മുറിച്ചപ്പം ടീച്ചർ എന്ത് ചെയ്തു? അതിൻ്റെ ചെറിയ പീസുകൾ ഉണ്ടായിരുന്നു അല്ലേ, അതുപയോഗിച്ച് വേറെ ചെറിയൊരു ക്യൂബ് ഉണ്ടാക്കി. ഇനി ഇതിലൊക്കെ നമുക്ക് എന്താ പറയുക, അത് ഡൈസായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇവിടെ വെള്ള പേപ്പറിൽ 1 2 3 4 5 6 വരെ നമുക്ക് എഴുതി ഒട്ടിച്ചാൽ മതി. ഇത് ഡൈസായിട്ട് നോക്കൂ, ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ്. ഡൈസായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇത് തന്നെ ടീച്ചർ വേറെ കളർ ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ് ഇത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇതെല്ലാം ഒരു കളർ വേണമെങ്കിൽ അതും ഉപയോഗിക്കാം. ഇനി വേറൊരു സൈസ് ഡൈസ് ടീച്ചറിൻ്റെ കയ്യിലുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഒരു പ്രത്യേക കെട്ട് പോലെയൊക്കെ വന്നത്. ഇത് അടിപൊളിയാണ് കേട്ടോ, നല്ല രസമാണത്. ഇത് ടീച്ചർ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ക്യൂബ് ഉണ്ടാക്കുന്ന പ്രവർത്തനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വളരെ ഭംഗിയായിട്ട് നമുക്ക് ക്യൂബ് ഉണ്ടാക്കാം, അതേപോലെ തന്നെ ഡൈസും ഉണ്ടാക്കാം. വ്യാപ്തത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ക്യൂബ് നിർമ്മാണം. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. 5ലെയും 6ലെയും 7ലെയും എല്ലാ പാഠഭാഗങ്ങളും ഗണിതം മധുരം ചാനലിലുണ്ട്. നിങ്ങൾക്ക് ഏത് പാഠഭാഗമാണോ വേണ്ടത് അതിൻ്റെ പേരടിച്ചിട്ട് ഗണിതം മധുരം ഇംഗ്ലീഷിൽ അടിച്ചാൽ മതി, നിങ്ങൾക്ക് ആ പാഠഭാഗം കിട്ടും. അതല്ലെങ്കിൽ ഗണിതം മധുരം എന്ന് അടിക്കുക. അതിലൊന്നും കൂടെ ടച്ച് ചെയ്യുമ്പോൾ വീഡിയോ, പ്ലേലിസ്റ്റ്, കമ്മ്യൂണിറ്റി ടാബ് എന്നൊക്കെ ഉണ്ട്. അതിൽ പ്ലേലിസ്റ്റിൽ ഓരോ പാഠഭാഗവും കൃത്യമായിട്ട് ടീച്ചർ എഴുതിയിട്ടിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ പാഠഭാഗത്തിലെ മുഴുവൻ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ USS, ധാരാളം ട്രിക്കുകൾ എല്ലാം ഉണ്ട്, നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗണിത പഠനത്തിന് ഗണിതം മധുരം ചാനൽ നിങ്ങളെ ഏറെ സഹായിക്കും. നമുക്ക് ഇനിയും മറ്റ് പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.